ഇന്നത്തെ വചനചിന്ത മാനുകൾ നൽകുന്ന ആത്മിക സന്ദേശം. സ്ഥിരതയുള്ള മൃഗങ്ങളാണ് മാനുകൾ. അതിർവരമ്പുകൾ പാലിക്കുവാൻ അവർ സമർത്ഥരാണ്. മാനുകൾ കാട്ടിൽ അവരുടെ താമസസ്ഥലം കൃത്യമായി മനസ്സിലാക്കി പാലിക്കുന്നു. അവരുടെ താമസസ്ഥലത്തെ പുറത്തേക്ക് അവർ പോകുന്നില്ല. മാനുകൾ സഞ്ചരിക്കുന്ന പാതകൾ എപ്പോഴും ഒന്നായിരിക്കും. മാനുകളുടെ സഞ്ചാരപാത എന്നും ഉപയോഗിക്കുന്നതിനാൽ എപ്പോഴും തെളിഞ്ഞു കിടക്കും. അവർ കുടിക്കുന്ന വെള്ളം ഒരേ സ്ഥലത്തു നിന്നായിരിക്കും. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ മാനുകൾ സ്ഥിരതയും ക്രമവും പാലിക്കുന്നു, ഇടപെടുന്നു. എന്നാൽ ഈ ക്രമമെല്ലാം തെറ്റുന്ന ഒരു സമയമുണ്ട്. അവയെ കൊല്ലുവാൻ വരുന്ന വേട്ടക്കാരൻ കാട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് മാനുകൾ ദിശയറിയാതെ ഓടുന്നു. മാനുകളെ പിടിക്കുവാൻ വന്യമൃഗങ്ങൾ അടുക്കുമ്പോൾ അവയുടെ ജീവിതക്രമം തകിടമറിയുന്നു. ശത്രു അടുക്കുന്ന നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ബലഹീനമായ മൃഗങ്ങൾ തകരുവാൻ തുടങ്ങി. അപ്രത്യക്ഷമായി ഉണ്ടാകുന്ന പരിഭ്രാന്തിയിൽ അവ സ്വന്തം അതിർവരമ്പുകൾ മുറിച്ച് പായുന്നു. ഈ ഓട്ടത്തിൽ അവയുടെ ഹൃദയമിടിപ്പ് വളരെ വർദ്ധിക്കുന്നു. ഈ വെപ്രാളത്തിൽ അവയുടെ ശരീരത്തിലെ ബലത്തിൻ്റെ അളവ് ക്രമമായി കുറയുന്നു. തൻ്റെ ജീവിതത്തിൽ സകലതും അസ്തമിച്ചു പോകുന്ന ആ നിമിഷം, ശരീരം കുഴയുന്ന നിമിഷം, കണ്ണിൽ ഇരുട്ട് കയറുന്ന നിമിഷം, ആശ്വാസ തീരങ്ങളിൽ നിന്നും അകലുന്ന ഏകാന്തതയുടെ കാര്യത്തിലാകുന്ന നിമിഷം, സുരക്ഷാ കവചങ്ങൾ സകലതും മാറി ശത്രു ആയുധവുമായി മുന്നിൽ അടുക്കുന്ന സമയം. ഈ സമയം ഒരു മാൻ വെള്ളത്തിലേക്ക് വേണ്ടി കേഴുന്ന ഒരു കാഴ്ചയുണ്ട്. സമാധാനമായി വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന മാൻ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വേള, ഉണങ്ങി വരണ്ട ആ നാക്ക് ഒരു തടാകത്തിലേക്ക് മുക്കണമെന്ന ആഗ്രഹം അതിനായി വരുന്നൊരു നിമിഷം. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനൊരു സമയമുണ്ടാകുന്നത് ഓർക്കുന്നുണ്ടോ? നമ്മുടെ പരിചിതമായ അതിർവരമ്പുകളുടെ വേളയിൽ നാം ആകുന്ന നിമിഷം നമ്മെ തകർത്ത് കളയുവാൻ അമ്പും വില്ലുമായി ശത്രു നമ്മെ വളയുന്ന ആ സാഹചര്യം നാം എന്നും ധാരാളമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ നന്മകൾ, നമ്മുടെ മുന്നിൽ നിന്നും എന്നേക്കുമായി മാറി നിൽക്കുന്ന വേളകൾ, നാം അറിയാത്ത ചില രോഗങ്ങളുടെ ഭാരങ്ങൾ, ഒറ്റപ്പെടലിൻ്റെ അതിർവരമ്പുകൾ, നാം അടയപ്പെട്ടിരിക്കുമ്പോൾ എന്തിനെയാണ് നാം കാക്ഷിക്കുന്നത്? നമ്മുടെ മാംസവും അതിർവരമ്പും എന്തിനായിട്ടാണ് ദാഹിക്കുന്നത്? 42-ാം സങ്കീർത്തന പുസ്തകം ഇപ്രകാരം കോരഹുപുത്രന്മാർ പാടി. 42-ാം സങ്കീർത്തന പുസ്തകം 1-ാം തിരുവചനം: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ശത്രുക്കൾ ഭീതിയാൽ കുതിക്കുന്ന മാനിന് നീർത്തോടുകൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അപരിചിതമായ ബലഹീനമായ സാഹചര്യങ്ങളിൽ ഒരു ദൈവവചന ദൈവസന്നിധിയും. ആത്മികമായ വരണ്ട നിലത്ത് നമുക്ക് ആവശ്യം കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അരുവികളാണ്. ലോകത്തിലെ ഒരു നീരുറവകൾക്കും നമ്മുടെ ദാഹം ശമിപ്പിക്കുവാൻ സാധ്യമല്ല. ആ നിമിഷമൊക്കെയും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ദൈവം ചില വഴികൾ നമുക്കായി തുറക്കുവാനിടയാകും. പ്രതീക്ഷകൾ അസ്തമിച്ച ഹാഗറിൻ്റെ അരികിലേക്ക് തക്ക സമയം ദൈവം ചില ഉറവ വെളിപ്പെടുത്തിയതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിമിഷം ദൈവം ചില ഉറവകൾ വെളിപ്പെടുത്തുവാനിടയാകും. വെറും പൊള്ളയായ വാഗ്ദത്തങ്ങൾ മാത്രമാണ് മനുഷ്യർ നൽകുന്നത്. ഈ സമയം നമുക്ക് ആവശ്യം ദൈവ സാന്നിധ്യമാണ്, ദൈവസന്നിധിയാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നുവെന്ന് കോരഹുപുത്രന്മാർ വിളിച്ചു പറഞ്ഞതുപോലെ നമുക്ക് വിളിച്ചു പറയാം. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് നമുക്ക് തുറക്കപ്പെടുന്ന ഒരരുവിയുണ്ട്. അത് ദൈവ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യത്തിലേക്ക് നാം ചേരുമ്പോൾ
ദൈവ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ ശത്രുക്കളെ കണ്ട് ഭയപ്പെടത്തില്ല, സ്വയം നമ്മെ നാം ആശ്വസിപ്പിക്കുവാനിടയാകും. 42-ാം സങ്കീർത്തന പുസ്തകം 5-ാം തിരുവചനത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു: എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ നാളുകളിൽ പ്രത്യാശയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ, എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്തോട് വിളിച്ചു പറയുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.